എല്ലാ കളികളും ഉണ്ട് കേട്ടോ. ഒറ്റയടിക്ക് പോയി കണ്ട മീറ്റിംഗ് ഉണ്ട് അവരുടെ മീറ്റിംഗ് ഉണ്ടെന്ന്. ആ എനിക്കറിയായിരുന്നു. കാര്യം നമ്മൾ എടുക്കുന്ന ഫുഡ് ഇത്തിരി കുറവുണ്ട്. അതിൽ നമുക്ക് ഇത്തിരി കേന്ദ്രീകരിക്കണം. കുറേ കായ്ഫലങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാരും നാട്ടുകാരൊക്കെ നമ്മൾ ഓടിക്കായിരിക്കും. പക്ഷെ നമ്മളതൊന്നും വക വെക്കരുത്. അവർക്ക് ജസ്റ്റ് വെറുതെ കാണിക്കുന്നതാണ്. നമ്മൾ അത് പറഞ്ഞേ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ലേ അവിടെ പൂത്താങ്കിരി ഓലഞ്ഞാലി പൂത്താങ്കിരി ഉണ്ട്. ഞാൻ പറയാം, കാക്കയുണ്ട്, പൂത്താങ്കിരി ഉണ്ട്, ഉപ്പനുണ്ട്, മൈനയുണ്ട്, ഓലഞ്ഞാലിക്ക് പിന്നെ വാലിയുണ്ട്, അണ്ണാറക്കണ്ണൻ എല്ലാം കൂടി ഇവിടെ ഇല്ലേ. ഇത് മൃഗശാലയിൽ കയറിയ പോലെ ഇരിക്കില്ല നമ്മുടെ വീഡിയോ. വാലൻ വാലനല്ലോ കണ്ട അതേ അവന്മാര് ഒന്നിന് പാമ്പിനാണ്ടായിരിക്കും. അവിടെ പാമ്പുണ്ടാവും. ഞാൻ പറയാൻ പറ്റില്ല. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മുടെ ഭാഷ ഇപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതേപോലെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇതെവിടേക്ക് താൻ നടന്നു പോകുന്നത്? എന്റെ ദൈവമേ, താൻ കൂണുമെന്ന് വിട്ടില്ലേ? ഇപ്പൊ ഇന്നലെ കഴിച്ചല്ലേ? ഇപ്പൊ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. എവിടെ? പുതിയതായിട്ടുണ്ടായിരുന്നത് വരിക്കാണോ കോഴയാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അത് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ വിറകിന് വേണ്ടി പോയി. ഇന്നലെ ഞാനും അമ്മയുടെ പോയി. ഇന്നിപ്പോ അമ്മ വിറകിന് വേണ്ടിട്ട് പോയിരിക്കുവാണേ. നടത്തത്തിലൊരു പന്തികേട് നടക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ജിമ്മിൽ പോയിട്ട് ബാക്കും ഉണ്ടായിരുന്നു, അതുപോലെ ആപ്സും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തണ്ടലിന് ചെറിയൊരു പണി കിട്ടിയ പോണത്. അതെനിക്ക് മിനിങ്ങാന്ന് ചെസ്റ്റ് ആയിരുന്നു. അപ്പം അതിലെനിക്ക് എന്തോ വർക്കൗട്ട് ചെയ്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി നടുവിന് വേദന ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ വിച്ചുവോ എൻ്റെ കഷ്ടകാലത്തിലൊന്നും പറഞ്ഞു വിച്ചു, എനിക്ക് ഭയങ്കര നടുവിന് വേദന. ഇപ്പം ശരിയാക്കി തരാം, സ്ട്രെച്ച് ചെയ്താൽ മാറുന്നു കിട്ടേ. ഞാൻ കമ്മന്ന് കിടക്കായിരുന്നു. മേളിൽ കയറി നിന്നിട്ട് ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ അമ്മക്ക് എൻ്റെ എല്ല് 2 ഒടിഞ്ഞ പോണൊക്കെ എനിക്ക് ഫീലായി. ഇപ്പൊ എനിക്ക് അനങ്ങാൻ 82 കിലോ ഉള്ള ആള് പുറത്ത് കയറി ഇരുന്നിട്ട് കൈ വെച്ച് ആളുടെ വെയിറ്റ് ഫുൾ ആ കയ്യിലോട്ട് കൊടുത്ത് അമക്കിയാല് അമക്കൊന്നുമില്ല. അതുകൊണ്ടല്ല എനിക്ക് നടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി വരുമോ? ഇഞ്ചക്ഷൻ അടിക്കാൻ പേടിയായിട്ടല്ല, ഞാൻ ഇമ്മന്റെ പോയി അടിച്ചാണ്. എന്റെ അവസ്ഥ അത്രയായി. അമ്മ വന്നിട്ട് ഒന്ന് വല്ല വീട്ടിൽ നിന്ന് പെമ്പിള്ളാരെ കൊണ്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇമ്മാതിരി തൊണ്ടിത്തറ ഇവിടെ കാണിച്ചാണല്ലോ. അടിച്ച് ഞാൻ കൊഞ്ഞോടിക്കുന്നവരെ അവരവരെ വെച്ച് അപ്പൊ എനിക്കൊരു കുറച്ച് സമാധാനമായി. കാര്യം എനിക്ക് അത്രയ്ക്കും വേദന എടുത്ത് കഴിച്ചു. ഞാൻ അലറിപ്പോയി രാത്രിയിൽ. എനിക്ക് ഓൾറെഡി ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഇവനാ അമ്മക്കും കൂടെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ റിലേ പോയി. എനിക്കിപ്പോൾ നടക്കാനും വഴി ഇരിക്കുക. ഞാൻ സോഫയിലൊക്കെ ഇരിക്കണം, സോഫയുടെ അറ്റത്ത് പിടിച്ചിട്ട് പതൊക്കെ അനങ്ങാത്ത രീതിയിലാണ്. അമ്മയ്ക്ക് പേടിയായി പോയി. കാരണം ഞാൻ ഇന്നലെ വിറകിന് അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നേ. ഒരു കുഴിക്കാത്തോട്ട് ഇറങ്ങണം. അപ്പം അമ്മ വിചാരിച്ചു നീ അത് കുറച്ച് വിറക് വെട്ടുമൊക്കെ ചെയ്തു. അമ്മ വിചാരിച്ചു അതാണെന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇവൻ്റെ അമ്മക്ക് പറ്റിയില്ല. ഞാനൊന്നും ചെയ്തില്ല. മറ്റേ ജസ്റ്റ് ഒന്ന് തൊട്ടേ ഉള്ളൂ. അമ്മു കിടക്കണ സമയത്തും മറ്റേ ഉറങ്ങി അങ്ങോട്ട് തിരിയണ സമയത്തും മറ്റേ പാണ്ടിപ്പടയില് എന്താടാ ഞാനൊന്ന് കോട്ടുവായി ഇട്ടതാ. ഒന്നങ്ങോട്ട് തിരിയുമ്പോ എന്താടാ അത് വീണ്ടും ഞാനൊരു കോട്ടുവായിട്ടാന്ന പോലെ അമ്മു അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയുമ്പോ ഓരോ സൗണ്ടാ. ഞാൻ ഉറങ്ങും, എനിക്ക് തിരിയുമ്പോഴും പറയുമ്പോഴും ഒക്കെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് സിന്ധുമ്മയൊക്കെ അപ്പൊ എന്തോരം വേദന അനുഭവിക്കുന്നുണ്ടാവും പിന്നെ നടുവാനേ. കാര്യം ഇന്നലെ വന്നിട്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ മൂവ് തേച്ച് നോക്കി എല്ലാം ചെയ്തു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കൈസ് അമ്മാതിരി അവസ്ഥയായി. അമ്മയുടെ 2 കഴക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ചും ഞാൻ രണ്ട് ചിത്തയും കൂടി പറയാം. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഒന്ന് കിടന്നു നോക്കാം, അപ്പൊ മനസ്സിലാവും. വിച്ചു നിന്ന് വാദിക്കുക. വിച്ചു പിന്നെ ചെയ്ത കാര്യം ഞാൻ എന്റേതായിട്ടുള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ. ജസ്റ്റ് ഞാനൊന്ന് അമക്കി എന്നുള്ളത് നേരാണ്. പക്ഷെ ഞാൻ ഇമ്മാതിരി വലിയ അമക്കില്ല. ഞാൻ എല്ലാരും കൂടി എന്നെ പൊങ്കാലൊക്കെ ഇടും. വലിയ അമ്മക്ക് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒന്ന് കിടന്ന് അമ്മ കമന്ന്. എന്നിട്ട് എന്നോട് അത് വേദന നീ ഇനി നേരെ കിടക്ക, നേരെ ഞാൻ അമക്ക് മാറ്റി തരാത് ഒരൊറ്റക്ക് പുറത്തുമല്ല ഞാൻ നിൽക്കാന്ന് നേരെ തിരിഞ്ഞു കിടക്കാന്താ. ഞാൻ എന്നാ നീ നേരെ തിരിഞ്ഞു കിടക്ക്, ഞാൻ വയറിന്റെ അവിടെ ഒന്നും കൂടെ അമക്കി തരാൻ പറ്റാം. എന്റെ ദൈവം കാലത്ത് തന്നെ കൊച്ചു സ്കൂളിൽ പോയി.
ഇന്നലെ ഉണ്ടല്ലോ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ ഡെയിലി ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ തന്നെ എടുക്കുമ്പോൾ കാണാൻ തോന്നില്ല, നിങ്ങൾ എന്തെങ്കിലും വേറെ കണ്ടന്റ് പരമായിട്ട് ചെയ്യുന്നതൊക്കെ. നമ്മളൊരു ഫാമിലി വ്ളോഗർ അല്ലേ, അപ്പോൾ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. അതിപ്പോൾ സന്തോഷമായിക്കോട്ടെ, കൂടുതലും നമ്മൾ സന്തോഷങ്ങളെ കാണിക്കാറുള്ളൂ. നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മളെപ്പോഴും ഹൈഡ് ചെയ്ത് പിടിക്കാറേ ഉള്ളൂ. കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ഒരു 5 മിനിറ്റ്, അവർ നല്ല വർക്കൊക്കെ ചെയ്ത് എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് സന്തോഷമാകാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്രണ്ടിലോട്ട് നമ്മൾ ചിരിച്ച മുഖത്തോടുകൂടി, നമുക്ക് എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരുപാട് വിഷമത്തിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും പതറാണ്ട് തളരാണ്ട് നമ്മൾ വന്ന് നിന്നിട്ടില്ലേ, ചിരിച്ചുകൊണ്ടേ വന്ന് നിന്നിട്ടുള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഞാൻ കരഞ്ഞുകൊണ്ട് വന്ന അയ്യോ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ല എൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞത് ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ പറയാറേ ഇല്ല. എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ ചിരിച്ച് നിൽക്കണം എന്നുള്ളൊരു ഇതോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പം ഡെയിലി വീടിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയും, ഓ അമ്മൂ നീ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഒന്ന് മാറ്റി പിടിക്കുമെന്ന് പറയും. അത് മറിച്ച് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ പറയും, ഓ ഈ സാധനം മാത്രം കണ്ടുകൊണ്ട് മടുത്തെന്ന് പറയും. ഇത് സത്യം, ഈ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് മടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കണ്ട് മടുത്തിട്ടാ. അത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ സെയിം മുഖം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ഇപ്പം നമ്മൾ അങ്ങനെ ഡെയിലി ഇടുന്ന ഉണക്കത്തെ വ്ളോഗൊന്നും അല്ല ഇട്ടത്. ഇന്നലെ നമ്മൾ ഡെയിലി കാണുന്ന ജസ്റ്റ് കൊച്ചിൻ്റെ ആ ഒരു ഭാഗം മാത്രം നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം അത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവൾ സ്കൂളിൽ പോകുന്നത്. അതല്ലാണ്ട് ബാക്കി നമ്മൾ കൂൺ പറിക്കുന്നതും അതൊക്കെ ഈ വർഷത്തെ കൂണൊക്കെ നമുക്ക് ആദ്യമായിട്ടല്ല കിട്ടണത്. അപ്പോൾ കൂൺ പറിക്കുന്നതും നമ്മൾ ഓരോരുത്തർ പോയതും പറക്കിയതും ഒക്കെ എന്താ നമ്മൾ ഈ വർഷം ഒന്നും കാണിച്ചിട്ടേ ഇല്ലാത്ത വീഡിയോ, നമ്മൾ കാണിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു വീഡിയോ. പക്ഷെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കണ്ടന്റ് മാറ്റി പിടിക്കുന്നതിലും കണ്ടന്റ് ബേസ് ആയിട്ട് നമ്മളിങ്ങനെയാണ് ഇടുന്നത്. ഇത് കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമല്ലാത്തവർക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പോവാം. ആരോടൊരു പരാതിയും പരിഭവമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയല്ലോ, നമ്മൾ ആരെ നിർബന്ധിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഗൈസ്, പിന്നെ ഇന്നലെയും ഇന്നും നമ്മൾ 200 ml ഹെയർ ഓയിലിന് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം. കുറച്ച് ബോട്ടിൽ ഇറക്കിയിട്ടുള്ളൂ. നമുക്ക് മെയിനായിട്ട് ഇവിടെ ബോട്ടിൽ കിട്ടത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇവിടെ നിന്നാണ്, നമ്മുടെ മാളയല്ല കോട്ടമുറിയിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽസ് എടുക്കുന്നത്, നമ്മുടെ 1ഉം 1/2ഉം ഒക്കെ. പക്ഷേ 200 ml അവിടെ ഇല്ല. അപ്പം നമ്മൾ ട്യൂബാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ കൊരട്ടിയിൽ നിന്നാണ് ഇറക്കിയിരിക്കുന്നത്. കുറച്ച് ബോട്ടിൽസേ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇറക്കാമല്ലോ. എനിക്ക് നോർമലി 200 ml എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ചിലവരിപ്പം ട്രിപ്പ് പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ വേറെ പാത്രത്തിൽ ഒഴിച്ച് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് നമ്മുടെ 200 ml കൊണ്ടുപോകാറുണ്ട്, ബോട്ടിൽ മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. ഞാൻ കൂടുതൽ അതിന് വലിയ പ്രമോഷൻ കൊടുക്കാത്തതെന്ന് വെച്ചാൽ 200 ml ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു 1 month പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങുക. അപ്പോൾ ഈ 1 month യൂസ് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകണമല്ലോ. 200 ml എന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു. ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 2 ആഴ്ച മിനിമം അതിനുള്ളിൽ സംഭവം കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറക്കാത്തത്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്താ പറയുക, ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അവരൊന്ന് വീട്ടിലോട്ട്, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് നിൽക്കാൻ പോകുമ്പോഴോ ഒക്കെ പകർത്തി കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിന്ന് ബോട്ടിൽസ് എടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ ഡാൻഡ്രഫിനൊക്കെ നമുക്ക് നല്ല മാറ്റങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വലിയ ക്വാണ്ടിറ്റി എടുക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ 200 ml ക്വാണ്ടിറ്റി ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ നല്ല രീതിയിൽ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ ഉണ്ട്, വേണ്ടവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ 1ഉം 1/2ഉം നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടില്ല. ഓഫർ ഇടുന്നതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാര്യം നമ്മുടെ തിരക്ക് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റത്തില്ല. ഓഫർ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ക്വാണ്ടിറ്റി നമ്മുടെ നിന്ന് പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബിസിനസ് കിടക്കുന്നതും പ്രൊഡക്റ്റ് പോകുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമുക്കത് ഹാൻഡിൽ ചെയ്ത് പോകാനുള്ള സമയം കൂടെ വേണമല്ലോ. അപ്പം അത് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ. ഇപ്പം ഇനിയിപ്പോൾ ഈ നടുവിൻ്റെയൊക്കെ എന്ന് റെഡി ആയിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. സമ്മാതിരി അവസ്ഥയിൽ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ എനിക്ക് വന്ന് നിൽക്കുന്ന, എനിക്ക് ഇരിക്കാൻ വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അങ്ങ് വേദനയാണ്. അപ്പം അതുകൊണ്ടാണ്. ഇന്ന് അകത്തേക്ക് കയറാനായിട്ടൊരു നിവർത്തില്ല, കറണ്ടില്ല കാലത്തോട്ട്. ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ആക്കി തീരും എന്നുള്ളത് ദൈവത്തിന് മാത്രം. നൈറ്റും കറണ്ടില്ല, ഡേയും കറണ്ടില്ല. അവിടെ ഒരു വലിയ കമ്പൊക്കെ വീണ് നടക്കും നമ്മുടെ റൂട്ടിൽ, അതെടുത്ത് മാറ്റിയാണ്. വല്ല വണ്ടികളും വന്ന് നമ്മുടെ പറമ്പിലാണെങ്കിൽ. വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. വേറെ എന്താ വിശേഷം? സത്യം പറഞ്ഞാൽ വയ്യ, അതുകൊണ്ട് ഒന്നിനും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനും പറ്റുന്നില്ലാത്തൊരവസ്ഥയായി. എന്തിന് ബാത്റൂമിൽ പോകുമ്പോഴും സൗണ്ടാണ്. എനിക്ക് പറ്റണ്ടേ, നമുക്കതിൽ ഇരിക്കാൻ പറ്റണല്ലോ. അയ്യോ, ഞാൻ എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നടുവേദന വരുന്നത് കേട്ടോ. എനിക്ക് എന്താ ചെയ്യേണ്ട? കരയണോ, ചിരിക്കണോ, തല്ലി കൊല്ലണോ? അതന്നെയാണ്. അതെ അതെ, നിന്നെ തന്നെയാണ്.
കൊച്ചെന്നോട് എന്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു. നോർമലി അവള് പറയും കേട്ടോ. കൊച്ചു അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് കൊച്ചു പറഞ്ഞു എനിക്കിന്ന് വയറുവേനയാണ് അമ്മയെന്ന്. അങ്ങനെ കറണ്ട് വന്ന് വന്നല്ലേ, നിർത്തിയിട്ട് വരാറുണ്ട്. എനിക്ക് അവിടെ കേറാൻ പറ്റൂല. കറണ്ട് വന്നു. കൊച്ചുണ്ടല്ലോ, ഇന്ന് ഇതാണ് കേട്ടോ വീഡിയോ. കാര്യം ഇന്ന് നല്ല രീതിയിൽ ഒന്നും എടുക്കാനോ ചെയ്യാനോ പറക്കാനോ ഒന്നും പറ്റിയൊരു കണ്ടീഷൻ അല്ല എൻ്റെ ഒന്നാമത്തെ കാര്യം. ഒന്ന് മാറ്റി എടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ കൊച്ചു പറഞ്ഞു എന്താണ് എൻ്റെ അവസ്ഥ കണ്ടിട്ട് നോർമലി എന്ന് സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും എൻ്റെ കൂടെ വരുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ വിച്ചു ഉള്ള സമയമാണെങ്കിൽ വിച്ചും വരും, അതല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടും കേട്ടോ. അവിടെ അളിയനോ തത്തമ്മച്ചി ചാലും ഉണ്ടാവും, നമ്മൾ ഒരുമിച്ചാണ് പിള്ളേരെ കയറ്റിയൊക്കെ വിടുക. അപ്പോൾ ഇന്ന് എൻ്റെ അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ സ്കൂളിൽ വരണ്ട, അമ്മയ്ക്ക് പാടില്ലല്ലോ, അമ്മ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. നോർമലി അമ്മ വരണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളാണ്, പക്ഷെ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞ ആൾ ഒറ്റയ്ക്ക് പോയി. എന്തൊരു വിഷമം കേട്ടോ. നോർമലി ക്ലാസ്സിൽ കയറ്റി വിട്ട് ഞാൻ കൊണ്ട് കയറ്റി വിട്ട് കഴിയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമാണ്. അവൾ പോയില്ലോ എന്ന്. പക്ഷെ ഇന്ന് കാണാത്തോണ്ടാന്ന് തോന്നുന്നു എന്തോ മനസ്സിനകത്തൊരു വ്യഗ്രത. ഇനി വരുന്ന വരെ ഒരു ടെൻഷനും വിഷമമായി. അങ്ങനെ ഞങ്ങളിത് വേണ്ട കമ്പും കഷ്ണം മാറ്റാൻ വേണ്ടി വന്നു കേട്ടോ. ഒരു കുഞ്ഞ് കമ്പും കഷ്ണം വീണടപ്പുണ്ട്. ഇത് വണ്ടിക്കാർ അതിലൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ മേളിൽ കൂടെ കയറ്റിയിട്ട് ഇനി അവിടെ അത് ഒടിച്ചു പറിച്ചിട്ട് ഒന്നാണ്ട് തൂത്ത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ, മൊത്തം ക്ലീൻ ചെയ്താട്ടോ. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം അമ്മ ഇവിടെ വന്ന് വീണിട്ടുണ്ട്. മറ്റേ ആ മീനെ കിട്ടി കഴിഞ്ഞ വർഷമാണത്. അമ്മ ഇന്നലെ വൈകിട്ട് പോയി വീണ് ആകെ തവിട് പൊടിയായിരിക്കുകയാണ് കൈസ് കാലൊക്കെ. അതും ടൗണിൽ തന്നെ പോയി വീണ്. പറഞ്ഞിട്ട് അറിയില്ലെന്നേ. ഫുഡ് നമ്മള് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എല്ലാവരും നേരത്തെ കഴിച്ചാറുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചില്ല വൈകുന്നേരം. അപ്പോൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ഞങ്ങളോട് പറയാണ്ട് ഫുഡ് മേടിക്കാൻ പോയത്. പൊറോട്ടയും ഇറച്ചിക്കറി മേടിക്കാൻ പോയി. ഞങ്ങള് ജിമ്മിൽ പോയിട്ട് വന്നല്ലേ, വിശക്കുന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അവിടെ ജംഗ്ഷനിൽ പോയി വീണ് മുട്ടൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയായിരുന്നു എന്തിനപ്പ ഈ പരിപാടി ചെയ്ത, ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ പറഞ്ഞില്ലാന്നേ, ഒന്നും പറയാണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ അങ്ങ് പോയി. ഞാൻ ചോദിച്ചു എന്തിനാ അപ്പൊ പോയെന്ന് വെച്ച് പറഞ്ഞു നിങ്ങൾ ജിമ്മിൽ പോയിട്ടൊക്കെ വന്ന് വിശന്ന് തളർന്നിരിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞ അമ്മ ജിമ്മിൽ പോയിട്ടൊന്നും വിശക്കില്ല, അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് വിശക്കാറില്ല കേട്ടോ, എല്ലാവർക്കും ആ സ്റ്റേജ് ആണോന്ന് എനിക്കറിയില്ല. എനിക്ക് വിശക്കാറില്ല. അപ്പൊ അമ്മ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് വീണ കാര്യം ആൾ ആദ്യമേ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഫുഡ് വിളപ്പിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കിയപ്പോ കാലിന്ന് ചോര പോകുന്നു മുട്ടിന്റെ അവിടെ നിന്ന്. അതെന്താ പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു ഞാനൊന്ന് വീണു. ആൾക്കാർ ഫുള്ള് ഓടിക്കൂടി, വണ്ടി വരാണ്ടിരുന്ന ഭാഗ്യായി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ തുടങ്ങുക. അപ്പൊ ആ ഒരു പേടി നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇന്നലെ ഈ പോന്നേ. പണ്ടത്തെ പോലെ അല്ല ആരോഗ്യം. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വെച്ചിരിക്കേണ്ട വരും അവസാനം വരെ. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഉള്ള കാര്യം എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് പറഞ്ഞ പോരെ. എത്രയാന്ന് വെച്ചിട്ടാ വീട്ടിലിരിക്കണേന്ന്. അതും ശരിയാണ്. എത്രാന്ന് വെച്ചിട്ട് ആളെവിടെയും വേറെ പോകുന്നില്ല. ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തേക്ക് അതെയോ, വേറെ എവിടെയും പോകുന്നുമില്ല. തലയില് ഇട്ട് ഒന്ന് കുളിക്കണം. ഷാമ്പൂ പോണക്കുള്ള സാധനം എൻ്റെ അടുത്ത് കുറച്ചു നേരം നിന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് പോണം കേട്ടോ വിച്ചുവിന്. അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ ഭയങ്കര കാട് പോണക്കുള്ള ഒരു സ്ഥലമാണേ. അപ്പോൾ ഇന്നലെ ഞാൻ പോയി. പക്ഷെ ഇന്ന് എനിക്ക് ആ മലയൊന്നും ഇറങ്ങാനായിട്ട് വയ്യ. എനിക്ക് കാലെടുത്ത് കുത്തിയാൽ ഞാൻ ചിലപ്പോൾ താഴെ വീഴും. നല്ല കനമുണ്ട് കേട്ടോ. ജെല്ലാണ് ഇത്. നോക്കട്ടെ. 2 ദിവസം മഴ പെയ്തിട്ടല്ലോ. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ വയ്യ ഗൈസ്, അത് പറയാൻ വേണ്ടി വന്ന. വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കും. ഫുട്ബോൾ കളി കണ്ട് കിടന്നാറുണ്ട്. ഭയങ്കര എന്താ പറയാ ഉറക്കക്ഷീണമുണ്ട്. പിന്നെ അർജന്റീനയുടെ കളിയുണ്ട്. എന്തായോ ഇംഗ്ലണ്ടായിട്ട് ജയിച്ചാൽ മതിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചേക്കാട്ടോ. അപ്പോൾ പുതിയ നമ്മളുടെ വീഡിയോ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തല്ലേ അങ്ങനെ. ബൈ. ഓക്കെ, ആൻഡ് പ്രാർത്ഥിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ. ശരി.